നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ച CIA രഹസ്യ പദ്ധതി പ്രൊജക്ട് MK അൾട്ര. ശീതയുദ്ധകാലത്ത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA നടത്തിയ വളരെ യാഥാർത്ഥ്യമായതും മനുഷ്യത്വ വിരുദ്ധമായതുമായ ഒരു രഹസ്യ പദ്ധതിയായിരുന്നു ഇത്. മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുമോ എന്നതായിരുന്നു ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം. 1953 CIA ഡയറക്ടറായിരുന്ന അലക്സ് ഡെല്ലൻസ് ആണ് ഈ രഹസ്യ പദ്ധതിക്ക് അനുമതി നൽകിയത്. സിഡ്നി ഗോട്ട്ലീബ് എന്ന കെമിസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണങ്ങൾ നടത്തിയത്. കൊറിയൻ യുദ്ധകാലത്ത് അമേരിക്കൻ യുദ്ധത്തടവുകാരിൽ സോവിയറ്റ് യൂണിയനും ചൈനയും ബ്രെയിൻ വാഷിംഗ് വിധികൾ പ്രയോഗിക്കാറുണ്ടായിരുന്നു എന്ന അമേരിക്കയുടെ സംശയവും ഭയവുമാണ് ഇത്തരമൊരു പദ്ധതി തുടങ്ങുവാനായി കാരണമായത്. ശത്രുക്കളുടെ മനസ്സ് വായിക്കുവാനും ഓർമ്മകൾ മായ്ച്ചു കളയാനും അവരെ കൊണ്ട് രഹസ്യങ്ങൾ പറയിപ്പിക്കുവാനുമുള്ള രാസവിധികൾ കണ്ടെത്തുക എന്നതായിരുന്നു CIA ലക്ഷ്യം. അമേരിക്കയിലെയും കാനഡയിലെയും സർവകലാശാലകൾ, ആശുപത്രികൾ, ജയിലുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. ഭൂരിഭാഗം ആളുകൾക്കും തങ്ങൾ ഒരു പരീക്ഷണത്തിന് വിധേയരാവുകയാണെന്ന കാര്യം പോലും അറിയില്ലായിരുന്നു. MK അൾട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം LSD എന്ന വീര്യം കൂടിയ സൈക്കഡലിക് ലഹരി മരുന്നായിരുന്നു. ആളുകളുടെ സമ്മതമില്ലാതെ അവരുടെ ഭക്ഷണത്തിലും പാനീയങ്ങളിലും ഈ മരുന്ന് കലർത്തി നൽകി അവരുടെ മാനസിക നിലയിലുണ്ടായ മാറ്റങ്ങൾ നിരീക്ഷിച്ചു. ചില തടവുകാരെ ദിവസങ്ങളോളം ഇരുട്ടുമുറിയിൽ അടച്ചിടുകയും തുടർച്ചയായി ഉറക്കം കെടുത്തുകയും ചെയ്തു. കൂടാതെ ഹിപ്നോട്ടിസം ഉപയോഗിച്ച ആളുകളുടെ ഭയങ്ങളെയും ഓർമ്മകളെയും ചൂഷണം ചെയ്യുവാനും ശ്രമിച്ചു. ഹെറോയിൻ, മോർഫിൻ തുടങ്ങിയ നിരവധി മയക്കുമരുന്നുകൾ ആളുകളിൽ കുത്തിവെച്ച് അവരെ മാനസികമായി തളർത്തുവാനും ശ്രമിച്ചു. MK അൾട്രയുടെ ഏറ്റവും കുപ്രസിദ്ധമായ ഉപപദ്ധതിയായിരുന്നു ഓപ്പറേഷൻ മിഡ്നൈറ്റ് ക്ലൈമാക്സ്. ഇതിനായി CIA വാടകയ്ക്കെടുത്ത വീടുകളിൽ വേശ്യകളെ ഉപയോഗിച്ച് ആളുകളെ ആകർഷിച്ചു കൊണ്ടുവരികയും അവർക്ക് രഹസ്യമായി LSD നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2-വേ മിററുകൾക്ക് പിന്നിലിരുന്ന CIA ഉദ്യോഗസ്ഥർ ഇവരുടെ പെരുമാറ്റങ്ങൾ നിരീക്ഷിച്ചിരുന്നു. 20 വർഷത്തോളം ഈ പദ്ധതി രഹസ്യമായി തുടർന്നു. 1973 വാട്ടർഗേറ്റ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ CIA ഡയറക്ടറായിരുന്ന റിച്ചാർഡ് ഹെൽമിക്സ് MK അൾട്രയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നശിപ്പിക്കുവാൻ ഉത്തരവിട്ടു. ഇത് കാരണം പദ്ധതിയുടെ പൂർണ്ണമായ വ്യാപ്തി ഇന്നും ലോകത്തിന് അജ്ഞാതമാണ്. എന്നാൽ 1975 അമേരിക്കൻ സെനറ്റിലെ ചർച്ച് കമ്മിറ്റി നടത്തിയ അന്വേഷണങ്ങളിലൂടെ ഈ വിവരങ്ങൾ ആദ്യമായി പുറത്തു വന്നിരുന്നു. 1977 വിവരാവകാശ നിയമപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ നശിപ്പിക്കപ്പെടാതെ കിടന്നിരുന്ന 20,000-ഓളം സാമ്പത്തിക രേഖകൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടുകൂടിയാണ് പരീക്ഷണത്തിന്റെ ഭീകരത ലോകം മുഴുവൻ അറിഞ്ഞത്. സ്വന്തം പൗരന്മാരുടെ മേൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ നടത്തിയ ഈ പരീക്ഷണങ്ങൾ അമേരിക്കൻ സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കി. പരീക്ഷണങ്ങൾക്കിടയിൽ ഫ്രാങ്ക് ഓൾസൺ എന്ന ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ കൊല്ലപ്പെടുകയോ സ്ഥിരമായ മാനസികാസ്വസ്ഥങ്ങൾക്ക് അടിമപ്പെടുകയോ ചെയ്തിരുന്നു. പലർക്കും പിന്നീട് അമേരിക്കൻ ഗവൺമെന്റ് നഷ്ടപരിഹാരം നൽകേണ്ടി വന്നിരുന്നു. ഇന്ന് ഹോളിവുഡ് സിനിമകളിലും വെബ് സീരീസുകളിലും കാണുന്ന മൈൻഡ് കൺട്രോൾ പരീക്ഷണങ്ങൾക്ക് പ്രധാന പ്രചോദനമായത് MK അൾട്രയാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.